പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂൾ വിട്ട് വന്ന വൈകുന്നേരം സ്ഥിരമായി കാണുന്ന പരിപാടിയായിരുന്നു കൈരളി വിയിലെ ഡ്യൂ ഡ്രോപ്സും അതുപോലെ ഏഷ്യാനെറ്റിലെ മിസ്റ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമും. അപ്പോൾ ഇതിനകത്ത് രണ്ടിനകത്തും ആൽബം സോങ്സിൻ്റെ പരിപാടിയാണിത്. അപ്പം ഭയങ്കര ഫേവറേറ്റുള്ള പല ഗാനങ്ങളും ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അതിലേറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗാനമായിരുന്നു ഇഷ്ടം എനിക്കിഷ്ടം എന്ന് പറയുന്ന ഒരു ഗാനം. സത്യം ഓഡിയോസിൻ്റെ ശങ്കർ മഹാദേവൻ പാടി ലെനയൊക്കെ അഭിനയിച്ച ഒരു ഗാനം. അപ്പം ലെനയെ മുൻപ് പരിചയമുണ്ടെങ്കിലും അതിനകത്ത് അഭിനയിച്ച നായകനെ ഇതിനു മുമ്പ് കണ്ടിട്ട് യാതൊരു പരിചയമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പം നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാമൊക്കെ എടുക്കുമ്പോൾ ഈ പഴയ ആൽബം സോങ്സൊക്കെ വീണ്ടും ഒന്നുകൂടെ കാണുമ്പോൾ ആ നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഞാൻ വെറുതെ ഒന്ന് പിന്നെ ഈ ഒരു സത്യം ഓഡിയോസിൻ്റെ ഈ ഒരു സോങ് യൂട്യൂബിലെടുത്ത് നോക്കി. അപ്പോൾ ഉണ്ട് നമ്മൾ വിചാരിക്കുമല്ലോ ഈ നായകനിപ്പം എങ്ങനെയായിരിക്കും കാണാൻ, ഇയാൾ ആരാന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അപ്പോൾ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ യൂട്യൂബ് കമൻസിനകത്ത് ഈ പറയുന്ന നായകൻ ഇതാ കമൻ്റ് ഇട്ടിരിക്കുന്നു. ആക്ച്വലി ഈ ഒരു സോങ് എന്ന് പറയുന്നത് 12 വർഷം മുമ്പ് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത സോങ്ങാണ് യൂട്യൂബിൽ. പക്ഷേ ഈ ഒരു നായകൻ 5 വർഷം മുമ്പ് മാത്രമാണ് ഈ ഒരു യൂട്യൂബിൽ കമൻ്റ് ഇട്ടിരിക്കുന്നത് ഈ സോങ്ങിൻ്റെ താഴെ. അതായത് ഈ പറയുന്ന പാട്ടാണെങ്കിലും ഇതിൻ്റെ ഒരു പിക്ചറൈസേഷനും എല്ലാം അന്ന് പ്രശംസിക്കപ്പെട്ടിരുന്നു. പക്ഷേ ആകെ അന്ന് എല്ലാവരും പ്രേക്ഷകരൊക്കെ നെഗറ്റീവായി പറഞ്ഞിരുന്നത് അതായത് ഈ ഒരു നായകനെ കുറിച്ചാണെന്നാണ് പുള്ളി തന്നെ പറഞ്ഞിരിക്കുന്നത്. അതായത് പുള്ളിയുടെ അഭിനയം പോരാന്നൊക്കെയുള്ള രീതിയിലാണെന്ന് തോന്നുന്നു. എന്തായാലും അതിനകത്ത് ഒരേ ഒരു നെഗറ്റീവ് താനായിരുന്നു എന്നാണ് പുള്ളി കമൻ്റ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷം അതായത് അതിലഭിനയിച്ച ആ വ്യക്തി താനാണെന്ന് പുറത്ത് പറയാൻ വേണ്ടി പുള്ളിക്ക് ഒരു എന്താ പറയുക ഒരു പേടിയും മടിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പുള്ളി ഇത്രയും വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഈ ഒരു 5 വർഷം മുമ്പ് മാത്രമാണ് അതിനകത്ത് കമൻ്റ് ഇട്ടിരിക്കുന്നത്. അതായത് അതിൽ അഭിനയിച്ചിരിക്കുന്ന നായകൻ ഞാനാണ്, എന്നെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ പുള്ളി ചോദിച്ചിരിക്കുന്നത് 5 വർഷം മുമ്പ് മാത്രമാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ഇൻസ്റ്റഗ്രാം ID കിട്ടി നോക്കി എന്താ പറയുക ആളാകെ മാറിയിരിക്കുന്നു. നമുക്കെന്താ പറയുക മനസ്സിലാവുക പോലും ഇല്ല ഇതാണെന്നുള്ളത്. എനിക്കറിയാം എന്നെപ്പോലെ തന്നെ പലർക്കും ആഗ്രഹം ഉണ്ടാവും പുള്ളിയുടെ ഇപ്പോഴത്തെ ലുക്ക് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പുള്ളിയുടെ ഇപ്പോഴത്തെ ഫോട്ടോസ് ഇടാം അതിനകത്ത്. അപ്പം ഇതാണ് ആള്, സുമേഷ് ഗുരുവായൂർ എന്നാണ് പേര്. അപ്പം ലേറ്റസ്റ്റ് ഫോട്ടോ കാണുമ്പം നമുക്ക് എന്താ പറയുക പഴയ ഫോട്ടോ ആയിട്ട് ഒരു സാമ്യവും ഇല്ല. ആ താടി വെച്ച ഫോട്ടോയിൽ മാത്രമേ കുറച്ചെങ്കിലും ഒരു സാമ്യമുള്ളൂ. ഇതിനകത്തൊന്നും കാണുമ്പം തീരെ എന്താ പറയുക നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല ആ നടനാണിതെന്ന്.